നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ല. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എന്താ അത്? ഒന്നുമില്ലമ്മേ. ഇതെന്താ? മാങ്ങ. മാങ്ങയോ? സത്യം പറയണം, അത് ശരിയല്ലേ? പെറ്റമ്മയോട് കള്ളത്തരം കാണിക്കണോ? മോളത് രാജുവിനോട് പറഞ്ഞോ? പറഞ്ഞില്ല. അതെന്താ പറയാത്തെ? ഞാൻ പറയില്ല. പറയണം, നീ തന്നെ പറയണം. പറയാൻ ചെന്നത് ഓടിപ്പടച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായി. അത് പോട്ടെ, അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പറയില്ല. ഇന്ന് സമ്മതം മൂടിയില്ലെങ്കിൽ ഞാനൊരു കാബാലികനായിട്ട് മാറും. അവൾ ഇങ്ങോട്ട് വരട്ടെ, ഈ മുറി മുഴുവൻ സുഗന്ധം പരക്കട്ടെ. ഇനി ഒരു റൊമാൻറ്റിക് സോങ് കൂടി വെച്ചേക്കാം. എന്തൊരു സുഗന്ധ ദീപു. എന്തിനാ ഈ വില കൂടിയ പെർഫ്യൂമൊക്കെ ഇങ്ങനെ എയറിലടിച്ച് നശിപ്പിക്കുന്നേ? എയർ ഫ്രഷ്നർ അടിച്ചൂടെ? ഇതുവരെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടന്നിട്ടില്ലല്ലോ. ഫസ്റ്റ് നൈറ്റിൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയി, അങ്ങനെ അത് അലമ്പായി. ഇന്ന് എന്തായാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റാ, അതിൽ യാതൊരു തർക്കവും ഇല്ല. അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ആദ്യം ഈ പാല് കുടിക്കേ. പകുതി ഞാൻ കുടിച്ചിട്ട് പകുതി ഞാൻ നന്ദൂന് തരാം. അത് വേണ്ട. കിച്ചണിന്ന് 1.5 ഗ്ലാസ് പാല് കുടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ. കുടിക്ക്. നീ ഇന്ന് വെളച്ചിലും കൊണ്ടുവരുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കലക്കിയിട്ടുണ്ട് ഉറക്ക ഗുളിക. ദീപോടെ ഇരുന്നേ, ഞാൻ സമാധാനത്തിലൊരു കാര്യം പറയട്ടെ. എന്താ നന്ദു? ചിറ്റൂർ നാരായണ പിഷാരടിന്ന് കേട്ടിട്ടുണ്ടോ? ഞാനൊരു പിഷാരടിയും കേട്ടിട്ടില്ല. വാ നന്ദു, ഇങ്ങോട്ടാ, ഈ കട്ടിലിരിക്കാം. വാ. ഇരിക്കാം. ഞാൻ പറയുന്ന മുഴുവനൊന്ന് കേക്ക്, എന്നിട്ട് ഞാൻ ഇരിക്കാം. ഓരോ ഉടായിപ്പ് പറഞ്ഞ് എന്നെ മായക്കാനാണ് പ്ലാനെങ്കിലേ ദേ എന്റെ തനി സ്വഭാവം കാണുവേ.